നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത 2-ാം അധ്യായമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ ചെറു വീഡിയോയിൽ 2-ാം അധ്യായത്തിൽ സാഖ്യയോഗത്തിൽ ഭഗവാൻ സ്ഥിതപ്രജ്ഞൻ്റെ വ്യവഹാരത്തെക്കുറിച്ച് അർജുനൻ ചോദിക്കുന്നതിനനുസരിച്ച് മറുപടി നൽകുന്നുണ്ടായിരുന്നു. ഒരു തത്വജ്ഞൻ്റെ നില അത് നമ്മൾ കണ്ടു. തത്വജ്ഞന് ഒരു നില, അങ്ങനെ ഒരു പ്രത്യേകമായിട്ട് ഒരു ഫ്രെയിം, ഒരു തത്വജ്ഞൻ ഇങ്ങനെ ആയിരിക്കണം അവൻ്റെ വ്യവഹാരം എന്ന് കാണിക്കാനല്ല, മറിച്ച് കർമ്മയോഗത്തിൽ ഒരു സാധകന്, കർമ്മയോഗം അനുഷ്ഠിക്കുന്ന ഒരു സാധകന് ആ കർമ്മയോഗത്തിൽ അത് അനുവർത്തിക്കാൻ, അല്ലെങ്കിൽ അനുവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ ഫോളോ ചെയ്യാൻ, അങ്ങനെ ഭാവനയിലൂടെ ആ തത്വനിഷ്ഠയിലേക്ക് ആ സാധകന് വഴിയായിക്കൊണ്ട് ഉപദേശിക്കുന്നതാണ്. അപ്പോൾ നമ്മളവിടെ 54-ാമത്തെ ശ്ലോകം തൊട്ട് 56 ശ്ലോകം വരെ 3 ശ്ലോകങ്ങളെടുത്ത് ചർച്ച ചെയ്തിരുന്നു. തുടർന്ന് നോക്കാം. യഹ സർവത്രാനഭിസ്നേഹ തത്തത് പ്രാപ്യ ശുഭാശുഭം നാഭിനന്ദതി നദ്വേഷ്ടി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. യഹ ഏതൊരുവനാണോ സർവത്ര എല്ലാ വിഷയങ്ങളിലും, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ കാര്യങ്ങളിലും അനഭിസ്നേഹ സ്നേഹമില്ലാത്തവനായിട്ട്, സ്നേഹമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്നേഹത്തോടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതും ആ സ്നേഹം ഈശ്വരൻ്റെ ഇതാണ്, സ്വാർത്ഥമായ സ്നേഹമല്ല. അത് അവിടെ സ്വാർത്ഥതയില്ല. ഞാനും അതുപോലെ എൻ്റെ ആൾക്കാരും അല്ലെങ്കിൽ എൻ്റെ വിഷയങ്ങളും, അങ്ങനെയല്ല, ഈശ്വരാർപ്പണമായിട്ടാണ് കർമ്മയോഗത്തിൽ പോലും ചെയ്യേണ്ടത്. അപ്പോൾ ഒരു തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അവിടെ യാതൊന്നും അങ്ങനെ ഞാൻ എൻ്റെ എന്നുള്ളതില്ല. അവിടെ തത്വം മാത്രമേ ഉള്ളൂ, ആത്മാതത്വം, ആത്മാ മാത്രമേ ഉള്ളൂ, ഈശ്വരൻ മാത്രമായി നിൽക്കുകയും മറ്റൊന്നില്ല എന്നുള്ള നിലയിൽ സ്നേഹമില്ലാത്തവനായിട്ട്. അപ്പോൾ പറയും നമ്മൾ ഗുരുവിന് ശിഷ്യനോട് സ്നേഹമില്ലേ? ആ ഗുരുവിൻ്റെ ശിഷ്യൻ കാണുന്ന നമ്മൾ ആരെ കാണുന്നത്? കാണുന്നവരാണ് അത് സ്നേഹം കാണുന്നത്. ഗുരുവിനെ സംബന്ധിച്ചുള്ള ആ സ്നേഹവും എന്താണ്? അതും ആത്മാവിന് ഭിന്നമായിട്ട് യാതൊന്നുമില്ല. സുഖവുമില്ല, ദുഃഖവുമില്ല, സ്നേഹവുമില്ല, ദേഷ്യവുമില്ല, ഒന്നുമില്ല. ആ ഗുരുവിൻ്റെ നില അങ്ങനെയാണ്, തത്വജ്ഞൻ്റെ നില എങ്ങനെയാണ്. പക്ഷേ ശിഷ്യനെ സംബന്ധിച്ചോളം ശിഷ്യൻ എന്നോടാണ് പ്രിയം കൂടുതൽ, അങ്ങനെയൊക്കെ തോന്നും, അല്ലെങ്കിൽ എന്നോടാണ് ദേഷ്യം, അല്ലെങ്കിൽ എന്നോടത്ത് അത്ര ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഗുരുവിന് അങ്ങനെയൊന്നുമില്ല. അല്ലെങ്കിൽ ഒരു തത്വജ്ഞൻ്റെ പ്രവൃത്തിയിൽ, വ്യവഹാരത്തിൽ അങ്ങനെ യാതൊന്നും ദ്വൈതപരമായിട്ടുള്ള ദ്വന്ദ്വാതീതനാണ്. അതായത് സുഖം, ദുഃഖം, സ്നേഹം, ദേഷ്യം, അങ്ങനെയുള്ള യാതൊന്നും, വെറുപ്പ്, അങ്ങനെയുള്ള യാതൊന്നും തത്വജ്ഞനിലില്ല. അപ്പം അങ്ങനെ അനഭിസ്നേഹനായിട്ട് തത്തത് പ്രാപ്യ ശുഭാശുഭം, ഏതെന്തൊക്കെ ശുഭമായാലും അശുഭമായാലും ജീവിതത്തിൽ വന്നു ചേരുന്നതെല്ലാം ന അഭിനന്ദതി ന ദൃഷ്ടി, അവിടെ സന്തോഷിക്കുന്നുമില്ല, സങ്കടപ്പെടുന്നുമില്ല. എന്നാ നല്ല ഒരു ലഡ്ഡു കിട്ടിക്കഴിഞ്ഞാൽ തത്വജ്ഞൻ സന്തോഷത്തോടെ കഴിക്കില്ലേ എന്നൊക്കെ നമ്മുടെ ചോദ്യങ്ങൾ വരാം. അവിടെ എന്താണ് നമ്മൾ ആ തത്വജ്ഞന്റെ നില എന്ന് പറയുന്ന ആ ഇതിലെ. അപ്പോൾ അവർ കർമ്മയോഗി പോലും ഇവിടെ അഭിനന്ദിതി ന ദ്വേഷ്ടി എന്നുള്ള രീതിയിലാണ് പോകേണ്ടത്. സന്തോഷിക്കുന്നത്, ആ സന്തോഷവും എല്ലാം അതെല്ലാം സ്വാർത്ഥപരമായിട്ടല്ല, അതെല്ലാം ഈശ്വരാർപ്പണമായിട്ടാണ് ഒരു കർമ്മയോഗി പോലും ചെയ്യേണ്ടത് എന്ന് കാണിക്കാനാണ് ഇതിവിടെ പറയുന്നത്. അപ്പോൾ അവിടെ തത്വജ്ഞൻ അവിടെ സന്തോഷിക്കുന്നില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ദൃഷ്ടിയാണ്. നമ്മുടെ എന്ന് പറയുമ്പോൾ അജ്ഞാനത്തിലിരിക്കുന്നവരുടെ ദൃഷ്ടിയിലാണ് നമ്മൾ തത്വജ്ഞനെ വിലയിരുത്തുമ്പോഴാണ് എല്ലാ തെറ്റുകളും ഉണ്ടാകുന്നത്. നമ്മൾ എപ്പോൾ നമുക്ക് ആ തത്വബോധം നിശ്ചയമായി ബോധിക്കുന്നുവോ അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം ഇല്ലാതാവും. അതുവരെ നമ്മൾ തത്വജ്ഞനെ അളക്കാൻ പോയാൽ നമ്മുടെ ചെറിയ സ്കെയിൽ കൊണ്ട് കടൽ അളക്കാൻ പോകുന്ന പോലെ ഇരിക്കും. നമ്മുടെ അളവ് പോലെ വളരെ ചെറുതാണ്, അജ്ഞാനമാണ്. അജ്ഞാനം കൊണ്ട് എന്ത് ചെയ്യാനാണ്? ജ്ഞാനത്തെ അളക്കാൻ പറ്റും? സ്വപ്നം കാണാം, ഭാവന കാണാമെന്ന് മാത്രം. അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നത് ആ തത്വജ്ഞൻ്റെ അങ്ങനെ ഒരു നിലയെ പറയുന്നത് എന്തിനാണെന്ന് നമ്മൾ കണ്ടു. അത് നമ്മുടെ കർമ്മയോഗത്തിൽ അപ്ലൈ ചെയ്യാനാണ്. അപ്പം എന്നാ അഭിനന്ദതി ന ദ്വേഷ്ടി, ഏത് നന്മയെയും തിന്മയെയും എന്തിനേയും ദ്വൈതങ്ങളിലെല്ലാം സമബുദ്ധിയോടുകൂടി സന്തോഷിക്കുന്നില്ല, ദ്വേഷിക്കുന്നുമില്ല. തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത, അവൻ്റെ ബുദ്ധി പ്രതിഷ്ഠിതമായിരിക്കുന്നു. അപ്പം അങ്ങനെ അതിനെ കർമ്മയോഗത്തിലേക്ക് നമ്മൾ ഇതിനെ അപ്ലൈ ചെയ്യണം. അതെങ്ങനെ അപ്ലൈ ചെയ്യുന്നത്? ഈശ്വരാർപ്പണമായിട്ട് എല്ലാ കാര്യങ്ങളും സ്വാർത്ഥതയില്ലാതെ ചെയ്യുമ്പോൾ അതിൻ്റെ നമ്മളത് അപ്ലൈ ചെയ്യുന്നു. അതൊരു സാധകൻ്റെ നില, സാധനാ നിലയിലാണ് അത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത് പറയുന്നുണ്ട്, യഥാ സംഹരതേ ചായം കൂർമോ അംഗാനീവ സർവശഃ ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഭ്യഃ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. യഥാ അയം ഇന്ദ്രിയാർത്ഥേഭ്യഃ ഇന്ദ്രിയാണി കൂർമഃ സർവശഃ അംഗാനി ഇവ സംഹരതേ,
എപ്പോഴാണോ അയം ഈ സാധകൻ അല്ലെങ്കിൽ ഈ ജ്ഞാനി ഇന്ദ്രിയാർത്ഥ്യേഭ്യ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നും, ഇന്ദ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ നമ്മുടെ കാഴ്ച, ഈ ഗോളകമല്ല, കൃഷാമണിയുള്ള ഈ ഗോളകമല്ല കണ്ണ് എന്നുള്ളത്, അത് ഇന്ദ്രിയം, അത് ആ ഗോളകത്തിലൂടെയുള്ള ഇന്ദ്രിയം, അത് യാത്ര ചെയ്യുന്നുണ്ട്, വിഷയങ്ങളിലേക്ക് പോകുന്നുണ്ട് നമ്മൾ ദൃഷ്ടി, അല്ലെങ്കിൽ ചെവിയിൽ ശബ്ദത്തെ കേൾക്കാനും അതിനെ കാണാൻ. അപ്പോൾ മനസ്സ് പോലും ഒരു ഇന്ദ്രിയമാണ്. മനസ്സുള്ളപ്പോഴേ ഇതെല്ലാം പ്രവർത്തിക്കുള്ളൂ. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് കാത് അതേപോലെ തന്നെ ഉണ്ട്, ചിലപ്പോൾ കണ്ണും തുറന്നു കിടക്കുന്നുണ്ടാവും, വിഷയങ്ങളെ ഒന്നും അറിയുന്നില്ല. അപ്പോൾ അവിടെ മനസ്സുകൂടി ചേർന്നിട്ടുള്ളതാണ്. ആ മനസ്സിൽ തന്നെ ആ ഇന്ദ്രിയങ്ങളിൽ പുറത്തു പോകുകയും വരികയും ചെയ്യുന്നുണ്ട് ഇന്ദ്രിയങ്ങൾ. അപ്പോൾ ആ പ്രത്യേകിച്ച് നമ്മുടെ ദൃഷ്ടി, ഈ കാഴ്ച എന്നുള്ളത്, അത് ആ വിഷയങ്ങളിൽ പോയി വിഷയങ്ങളെ ഗ്രഹിച്ച് വീണ്ടും തിരിച്ചു വരികയും ചെയ്യണം മനസ്സിലേക്ക്. അപ്പോൾ അങ്ങനത്തെ ഇന്ദ്രിയം, അതായത് ഇപ്പോൾ നമുക്ക് 5 ഇന്ദ്രിയങ്ങളാണ്, പഞ്ചേന്ദ്രിയങ്ങൾ, അതെല്ലാവർക്കും അറിയാം, അത് പ്രത്യേകിച്ച് ഇവിടെ പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഇന്ദ്രിയങ്ങളിൽ നിന്നും, വിഷയങ്ങളിൽ നിന്നും ഇങ്ങനത്തെ ഇന്ദ്രിയങ്ങളെ കൂർമഹ സർവശ അംഗാനി ഇവ സംഹരതേ. ആമ എങ്ങനെയാ വല്ലതിനും കണ്ട പേടിച്ചു കഴിഞ്ഞാൽ കയ്യും കാലും ഒക്കെ എടുത്ത് വലിച്ചു ഉള്ളിക്കാക്കും അല്ലേ? എന്നതുപോലെ അതിനെ മുഴുവൻ, വിഷയങ്ങളിലേക്ക് പോകുന്ന ഇന്ദ്രിയങ്ങളെ മുഴുവൻ വിഷയങ്ങളിലേക്ക്, സ്വാർത്ഥമായിട്ടുള്ള ആ വിഷയങ്ങളിലേക്ക് കടന്നു പോകാതെ, സ്വാർത്ഥ ബുദ്ധിയില്ലാതെ, അപ്പോൾ വിഷയങ്ങളിൽ വ്യാപരിക്കാതെ വ്യവഹാരം എന്ന് പറയാൻ പറ്റും. പക്ഷേ അതിലേക്ക് നമ്മൾ സ്വാർത്ഥ ബുദ്ധിയിലൂടെ, ആസക്തിയിലൂടെ പോകുന്നില്ല. ആസക്തി എന്ന് പറഞ്ഞാൽ നമുക്കത് വേണമെന്നുള്ളത്, എനിക്ക് വേണമെന്നുള്ള രീതിയിൽ പോകുന്നില്ല. അങ്ങനെ പോകാതെ എല്ലാം ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുന്നു. അവിടെ ഈശ്വരനിലാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ ആ കർമ്മങ്ങളൊക്കെ വേണ്ടത് കർമ്മങ്ങളെ ചെയ്യുന്നുള്ളൂ, വേണ്ടാത്ത കർമ്മങ്ങളിലേക്കൊന്നും പോകുന്നില്ല മനസ്സ്, അല്ലേ? ഈശ്വരാർപ്പണമായിട്ട് സത്കർമ്മങ്ങൾ മാത്രത്തിലേക്ക് പോകുന്നു. അവിടെ അത് ഈശ്വരാർപ്പണമായി ചെയ്യുന്നു. അങ്ങനെ പിൻവലിച്ച് ഒതുക്കി നിർത്തുന്നുവോ അപ്പോൾ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത, അവൻ്റെ പ്രജ്ഞ പ്രതിഷ്ഠിതമാകും, ഉറച്ചു നിൽക്കുന്നതാകുന്നു ആ സമയത്ത്. അത് നമ്മുടെ ഇവിടെ പ്രയത്നമാണ് കർമ്മയോഗിക്കുക, അല്ലെങ്കിൽ ഒരു സാധകന്. തത്വജ്ഞനിൽ അത് സ്വഭാവമാണ്, സ്വാഭാവികമായിട്ടുള്ളതാണ്. അവിടെ ആത്മാവിൽ ഇതൊന്നും ഇല്ല. എങ്ങനെ? ഇന്ദ്രിയ വിഷയങ്ങളിലൊന്നും വ്യാപരിക്കുന്നില്ല, ഞാനൊന്നും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യാതിരിക്കുന്നുമില്ല, അല്ലെങ്കിൽ ഞാനൊന്നും ഭുജിക്കുന്നില്ല, ഭുജിക്കാതിരിക്കുന്നു. ഈ രണ്ടുമൊക്കെ ഉള്ളത് നമ്മുടെ ശരീര മനോബുദ്ധികളിൽ കിടക്കുന്നതാണ്. അജ്ഞാനത്തിൻ്റെ ഇതിൽ താതാത്മ്യപ്പെട്ടിരിക്കുമ്പോൾ ആ അജ്ഞാനത്തിൽ നമ്മൾ വർത്തിക്കുന്നതാണ് അതെല്ലാം. അപ്പം അങ്ങനെയുള്ള ഒരു നിലയെക്കുറിച്ചാണ് ഭഗവാൻ ഇവിടെ തത്വജ്ഞനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അത് കർമ്മയോഗത്തിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ, അതിനെ അനുവർത്തിക്കാനാണ്. വിഷയാ വിനിവർത്തന്തേ നിരാഹാരസ്യ ദേഹിനഃ രസവർജം രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. നിരാഹാരസ്യ ദേഹിനഃ വിഷയാഃ രസവർജം വിനിവർത്തന്തേ. ഇന്ദ്രിയങ്ങളെ കൊണ്ട് ശബ്ദാദികളെ ഗ്രഹിക്കാത്ത ദേഹാഭിമാനിയെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ശബ്ദാദികളെ ഗ്രഹിക്കുക എന്ന് പറയും, ഗ്രഹിക്കാത്ത എന്ന് ഉദ്ദേശിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ആ ഗ്രഹിക്കുന്നതിൽ പരിമിതികളുണ്ട്, സ്വാർത്ഥ ബുദ്ധിയിലല്ല. വേണ്ട കാര്യങ്ങളിലൊക്കെ നമ്മൾ പോകുന്നുണ്ട്, വേണ്ടതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ ആ ദേഹാഭിമാനി എങ്ങനെ ചെയ്യുന്നത്? ഞാൻ എൻ്റെ എന്നുള്ള രീതിയിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഈശ്വരാർപ്പണമായിട്ടല്ല ജീവിതം നടക്കുക. ജീവിതമേ ഈശ്വരാർപ്പണമല്ല, അല്ലെങ്കിൽ ഈശ്വര ബുദ്ധി കൊണ്ട് ഈശ്വരനാണ് നിയന്താവ് എന്നുള്ള ആ ബോധത്തിലല്ല, അവിടെ അജ്ഞാനിയായിട്ട് ഇരിക്കുന്നവൻ്റെ. അപ്പം അങ്ങനെയുള്ളവരെ സംബന്ധിച്ചോളം ദേഹാഭിമാനി. അപ്പോൾ ഒരു കർമ്മയോഗിയും ദേഹാഭിമാനിയാണ്, അവൻ പരിശ്രമിക്കണമെന്നേ ഉള്ളൂ. അജ്ഞാനത്തിലാണ് കർമ്മയോഗം, ദ്വൈതത്തിലാണ്. അപ്പോൾ അവൻ്റെ വിഷയങ്ങളെല്ലാം അവയിലുള്ള ആസക്തി ഒഴികെ രസവർജം, ആ രസം, അതിൻ്റെ മൂലം, വാസന, അതൊഴിച്ച് ആ വിഷയങ്ങളെല്ലാം മാറി നിൽക്കും. അവനിലേക്ക് ആ വിഷയങ്ങൾ വന്നെടുക്കുന്നില്ല. എല്ലാം ഈശ്വരാർപ്പണമായി ചെയ്യുന്നുണ്ട്, ഫലങ്ങൾ ഇച്ഛയില്ലാതെ ചെയ്യുന്നുണ്ട്. അവൻ അതിനെ അടുക്കുന്നില്ല. അവൻ്റെ ജീവിതം മുഴുവൻ ഈശ്വരാർപ്പണമായിട്ടാണ് അവൻ അറിയുന്നത്. അവ പ്രയത്നിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ അതിൻ്റെ പക്ഷേ നമ്മളിപ്പോൾ ഒരു മുറ്റത്ത് പുല്ല് വരുന്നതിനെയൊക്കെ വലിച്ചു കളയുന്നു, അല്ലേ? പുല്ല് വരുന്നതൊന്നും ഇല്ലാതാക്കുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ എന്താവും? അത് വീണ്ടും മുളയ്ക്കും. എന്തുകൊണ്ടാണ്? അതിൻ്റെ മൂലം, ആ വാസന, നമ്മുടെ മനസ്സിൽ ആ വാസന ഉള്ളിടത്തോളം കാലം അതുപോലെ തന്നെ ആ മൂലം ഉള്ളതുകൊണ്ട് ആ പുല്ല് മുളയ്ക്കുന്ന പോലെ ആ വാസനാക്ഷയം പരിപൂർണമായിട്ട് പോകാത്തതിനാൽ അത് എപ്പോൾ വേണമെച്ചാലും ഒരു സാധകനെ വീഴ്ത്താം. ഇതാണ് ആത്മീയ സാധകൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്. ഏത് സമയം, അത് വലിയ സന്യാസിയായും ശരി, ആരായും ശരി, സാധകനാണ് എങ്കിൽ ഏത് തലത്തിൽ നിന്നാലും അവിടുന്ന് എപ്പോൾ വേണിച്ചാലും വീഴ്ചയുണ്ടാവാം. അതുകൊണ്ട് മനസ്സിന് വളരെ
നിയന്ത്രിച്ച് ഈ തത്വത്തിൽ നിന്ന് വിടാതെ കൈപ്പിടിച്ചുകൊണ്ട്, അതുകൊണ്ട് പറയുന്നത് ക്ഷുരസ്യധാര എന്ന്, ഈ കത്തിയുടെ മൂർച്ച അതിലൂടെ നടക്കുന്നത് പോലെയാണ് ആത്മീയത എന്ന് പറയുന്നത്. എപ്പോൾ വേണിച്ചാലും വീഴാം. ചോട്ടുന്ന് വീണ് കഴിഞ്ഞാൽ അത്ര വേദനിക്കില്ല, പക്ഷേ മുകളിലേക്ക് ഉയർന്ന് അവിടുന്ന് വീണ് കഴിഞ്ഞാൽ ആ വീഴ്ച വളരെ വലുതായിരിക്കും. ഇപ്പം നമ്മൾ ബലൂണിൽ ഉള്ളിലേക്ക് ഒരു കാറ്റിനെ അടിച്ച് കയറ്റിയിട്ട് അതിനെ കെട്ടി വെച്ചിട്ട് ഇരിക്കുന്ന പോലെ, അത് ഏതെങ്കിലും ഒരു ഓട്ടയോ അല്ലെങ്കിൽ പൊട്ടുകയോ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ഒരുപാട് അതെല്ലാം പുറത്തേക്ക് പോകും. എന്ന പോലെ നമ്മുടെ മനസ്സിലെ വിഷയങ്ങൾ മുന്നിലേക്ക് പോകാൻ തള്ളി നിൽക്കുകയാണ്. പക്ഷെ നമ്മൾ അതിനെ ഈശ്വരാർപ്പണമായി വിഷയോന്മുഖമാക്കാതെ ഈശ്വരോന്മുഖമാക്കി നമ്മൾ മാറ്റി നിർത്തുകയാണ് സാധന എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സാധകൻ എപ്പോൾ വേണിച്ചാലും വീഴാം, സാധകനുണ്ട്. അപ്പോൾ ഒരു സാധകൻ എപ്പോഴും ഭയം വേണം അതിൻ്റെ. അതുകൊണ്ട് ഈശ്വരാർപ്പണമായിട്ട് ആ വഴിയിൽ പ്രത്യേകം ശ്രദ്ധയോടുകൂടി നീങ്ങണം. അതിനൊക്കെയാണ് ഗുരുവിനെ ആശ്രയിച്ച് നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു സ്ഥാപനത്തിൽ ഒരു ആശ്രമത്തിലൊക്കെ നിൽക്കുന്നത് അവിടെയാണ് അതിൻ്റെ ഗുണം. അതിപ്പോൾ ആശ്രമത്തിൽ നിൽക്കണം എന്നൊന്നുമില്ല, മനസ്സിൽ ആ ഭഗവാന്റെ. അതുകൊണ്ടാണ് പറയുന്നത്, ഒരുവനെ മുക്തനാക്കുന്നതും ഇല്ലാതാക്കുന്നതും എല്ലാം ഈശ്വരൻ്റെ ഇച്ഛ കൊണ്ടാണ് നടക്കുന്നത്. ഇവിടെ ആണല്ലോ, എല്ലാം ഈശ്വര ഇച്ഛയാണല്ലോ. അപ്പോൾ നമ്മുടെ കയ്യിലല്ല. ഇതുകൊണ്ട് ഭഗവാനെ പ്രത്യേകിച്ച് ഈശ്വര പ്രാർത്ഥനയെല്ലാം നമ്മുടെ ആത്മീയത വഴികൾ തെറ്റാതിരിക്കാനാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മുടെ വിഷയങ്ങളിലേക്ക് പലതും കിട്ടാനും നേടാനും അത് കിട്ടാനും ഇത് കിട്ടാനൊന്നും അല്ല ശരിക്കും ചെയ്യേണ്ടത്. നമ്മളെ നല്ലൊരു സാധകനാക്കാനും നമ്മളെ നല്ലൊരു ശിഷ്യനാക്കാനും ആത്മീയമായിട്ടുള്ള പുരോഗതി ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ പിന്നെ ഈ വിഷയങ്ങളിലെ ആസക്തി എപ്പോഴാണ് പോവും, ഈ വാസന എപ്പോഴാണ് പോവുക? അതാ പറയുന്നത്, അസ്യ രസഹ്യ അഭി പരം ദൃഷ്ട്വാ നിവർത്തതേ. ഈ ആസക്തിയാകട്ടെ അതപ്പോൾ പരമമായ സത്യത്തെ സാക്ഷാത്കരിക്കുന്നതോടെ, അല്ലെങ്കിൽ ചിത്തശുദ്ധിയോടുകൂടി ആത്മജ്ഞാനം ഉണ്ടാകുന്നതോടെ അതിൻ്റെ പൂർണ്ണതയിൽ അത് നഷ്ടമായി. അവിടെ എല്ലാം ബാക്കി പിന്നെ ചോദ്യങ്ങളില്ല, ബാക്കിയെല്ലാം ആത്മതത്വമാണ് അവിടെ, അല്ലേ? കയറിൽ പാമ്പ് ഇല്ലാതായപ്പോൾ അവിടെ പോയി കയർ എവിടെ പോയി എന്ന് ചോദിക്കുന്നത്, അല്ല പാമ്പ് എവിടെ പോയി ചോദിക്കുന്ന പോലെയാണ്. ആ പാമ്പ് എങ്ങനെ വന്നു എങ്ങനെ പോയി എന്നൊന്നുമില്ല, അവിടെ കയറ് മാത്രമേ ഉള്ളൂ. എന്ന പോലെ ആത്മതത്വമായിട്ട് പ്രകാശിക്കും. അതാണ് മോക്ഷം. അപ്പം എന്ത് ചെയ്യണം? യതതോ ഹ്യഭി കൗന്ദേയ പുരുഷസ്യ വിഭശ്ചിതഃ ഇന്ദ്രിയാണി പ്രമാദീനി ഹരന്തി പ്രസവം മനഃ. കൗന്ദേയ, പ്രമാദീനി ഇന്ദ്രിയാണി, തട്ടിപ്പറയന്മാരായ ഈ പ്രമാദമുള്ള ഇന്ദ്രിയങ്ങൾ, യതതഃ പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുന്നവനും, വിഭശ്ചിതഃ വിവേകിയുമായ പുരുഷസ്യ അഭിമനഃ പ്രസവം ഹരന്തി ഹി. വിവേകിയുമായ പുരുഷന്റെ മനസ്സുകൂടി ബലാത്കാരേണ പ്രസവം ഹരന്തി, ബലാത്കാരേണ അപഹരിക്കുക തന്നെ ചെയ്യുന്നു. അതുകൊണ്ട് ഒരു സാധകന്റെ മനസ്സിൽ എപ്പോഴും ഈ വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് അവനതിപ്പോൾ വിഷയാരാമാനായിട്ട്, അല്ലെങ്കിൽ വിഷയങ്ങൾ പുറത്തിലേക്ക് നമ്മുടെ വാസനയ്ക്കനുസരിച്ച് നമ്മുടെ സ്വാർത്ഥത ഇതിനനുസരിച്ച് നമ്മളെ വലിച്ചുകൊണ്ട് കൊണ്ടുപോകും, നമ്മുടെ ആ വിഷയങ്ങളിലേക്ക് വലിച്ചുകൊണ്ട് പോകും. അപ്പോൾ എപ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി ഈശ്വരാർപ്പണമായി കർമ്മങ്ങളെ ചെയ്യൂ. നമ്മുടെ സ്വാർത്ഥത വിട്ട് നിസ്വാർത്ഥമായി എന്ത് മാനമായാലും അപമാനമായാലും ലാഭമായാലും നഷ്ടമായാലും എന്തിനേയും എല്ലാം ഈശ്വരാർപ്പണമായുണ്ട്, ഈശ്വര ഇച്ഛയായി കണ്ട് ഈശ്വരനായിട്ട് കൊണ്ട് സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിക്കുള്ളൂ. അപ്പോൾ അത്രയും ശ്രദ്ധയോടി വേണം എന്നിവിടെ ഭഗവാൻ ഉപദേശിക്കുകയാണ്. താനി സർവാണി സംയമ്യ യുക്ത ആസീത മത്പരഃ വശേഹി യസ്യേന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. അപ്പം എന്താ ചെയ്യേണ്ടത്? അതന്നെയാണ് ഇപ്പോൾ പറഞ്ഞത്. എന്ത് ചെയ്യണം? താനി സർവാണി. അപ്പോൾ യുക്തഃ മത്പരഃ സൻ, എല്ലാത്തിലും മേലെ ഞാൻ തന്നെ, ഈ പരമാത്മാവായ ശ്രീകൃഷ്ണൻ നമ്മുടെ മൂർത്തിഭാവത്തിൽ നിന്നുകൊണ്ട് ഇപ്പോൾ അർജുനെ ഉപദേശിക്കണേ, എന്നെ ഈ ഈശ്വര തത്വത്തെ മൂർത്തിഭാവത്തിലിരിക്കുന്ന ഇതല്ലെങ്കിൽ ഇതിനെല്ലാം നിയന്താവായിരിക്കുന്ന എന്നെ, അവിടെ ആത്മാവെന്നല്ല പറയുന്നത്, ഈശ്വരൻ തന്നെ, ഞാൻ ഈശ്വരൻ എന്നുള്ള രീതിയിലാണ് ഭഗവാൻ കൃഷ്ണൻ പറയുന്നത്. ആ ഈശ്വരനെ, ഈ പരമാത്മ തന്നെ എല്ലാം മേലെയാണെന്ന് അറിഞ്ഞുകൊണ്ട് ചിത്തം ഉറപ്പിച്ച ആ കർമ്മയോഗി താനി സർവാണി സംയമ്യ, ഈ വിഷയങ്ങളിൽ നിന്നെല്ലാം മനസ്സിനെ സംയമനം ചെയ്ത്, അപ്പം ആ ഭഗവാനിൽ അർപ്പിക്കുമ്പോഴേ ആ സംയമനം ഉണ്ടാകുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഭഗവത് സ്മരണയോടുകൂടി ഭഗവത് അർപ്പണത്തോടുകൂടി എല്ലാം ഈശ്വരനാണെന്ന് അറിഞ്ഞുകൊണ്ട് ഈശ്വരനായിക്കൊണ്ട് ചെയ്യുമ്പോൾ, അങ്ങനെ ഇരുന്നു കൊണ്ടാൽ അങ്ങനെ ചെയ്തുകൊണ്ടാൽ ഇന്ദ്രിയാണി യസ്യ വശിയെ, അവരുടെ അധീനത്തിലാകും. ഇന്ദ്രിയങ്ങൾ എന്താവും? ഈ ഇന്ദ്രിയങ്ങളെല്ലാം അവൻ്റെ അധീനത്തിൽ, അവൻ വിചാരിക്കുന്ന പോലെ ആകും. അങ്ങനെയുള്ളവൻ്റെ മുന്നോട്ടുള്ള അവസ്ഥയിൽ പ്രജ്ഞ പ്രതിഷ്ഠിതമാകും ആത്മാവില്. അതുകൊണ്ട് ഈശ്വരാർപ്പണമായിട്ട് എന്നിൽ അർപ്പണമായി എന്ന് കൃഷ്ണൻ
ഇവിടെ എടുത്തു പറയുകയാണ്. മത്പരഹ, അതുകൊണ്ടാണ് ഞാനാണ് പരമാത്മാവാണ് എല്ലാത്തിലും മേലെ എന്ന് വിചാരിക്കുന്നവനായിക്കൊണ്ട് ഈ വിഷയങ്ങളിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞ് ഭഗവാനോട് സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങണം. കർമ്മയോഗമാണ് ഇവിടെ വീണ്ടും ആ കർമ്മയോഗത്തിന് വേണ്ടി ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ളവൻ്റെ വിഷയങ്ങളിൽ ഉള്ള ആ ആസക്തി ഇല്ലാതായി സ്ഥിരമായിട്ട് ആത്മാവിൽ പ്രതിഷ്ഠിതമാകും എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. അടുത്തത് നമുക്ക് അടുത്ത ചെറിയ വീഡിയോയിൽ നോക്കാം. നമസ്കാരം.